അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നൈറ്റ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ടെൻ്റൊക്കെ അടിച്ചിട്ട് ക്യാമ്പ് ചെയ്തിട്ട് ഒരു വൈബ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനം കൂടി പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അൽഖുദറ ലേക്കിലേക്കാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളത് എടുക്കാൻ വേണ്ടിയിട്ട് ലുലുവിലേക്ക് വന്നിക്കുക. നമ്മൾ ജ്യൂസ് എടുത്തിക്കണല്ലോ. സോ ഗൈസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ എടുത്ത് ബ്രെഡൊക്കെ എടുത്ത് ഓയിലും ഒക്കെ സെറ്റാക്കി കൊണ്ടുവന്ന്. പക്ഷെ പാൻ എടുക്കാൻ മറന്നായിട്ട് ഇനിയിപ്പോൾ ചായപാത്രത്തിൽ മുട്ട പൊരിക്കേണ്ടി വരും. എന്താവും നിങ്ങൾക്ക് ഞാൻ നാളെ കാണിച്ചു തരാം. വണ്ടി തട്ടി ഗൈസ്, വണ്ടി തട്ടി ആക്സിഡന്റ് സംഭവിച്ചു. സോ ഇനി നമ്മൾ എന്തെടുക്കാൻ ആവശ്യമാണ്? ഗ്യാസ് സ്റ്റൗ എടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ സാധനമൊക്കെ വാങ്ങി വാങ്ങിയിട്ട് ഇതാ പുറത്തിറങ്ങി. വണ്ടിയുടെ ഡ്രൈവറിനെ നോക്കൂ, പ്രൊഫഷണൽ ഡ്രൈവറിനെ ഇറക്കിയിരിക്കുകയാണ് നമ്മള് തിരൂരിന്ന്. അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് വണ്ടി ഓടിക്കണതൊക്കെ. ഇതിലൊരു സാധനം കാണിച്ചു തരാം. ഇത് കുറെ പേർക്കൊക്കെ അറിയുണ്ടാവും. ഇതെന്താ? ഇവിടെ ഉള്ളവർക്കല്ലേ, നാട്ടിലുള്ളവർക്ക് അറിയില്ലല്ലോ. ഇതാണ് ഗ്യാസ് സ്റ്റൗ. നാട്ടിലുള്ളവർക്ക് ഇതാണ് കൊരങ്ങൻ. ഡ്രൈവർ സ്പൾബർ ഇതാ വരുന്നു. സ്പൾബർ വയറേ തീരെ വയറല്ല. എനിക്കറിയില്ല. നമ്മൾ അബുദാബിക്ക് പോയത് ഇങ്ങനെയാണോ? സൂക്ഷിച്ചു നോക്കിയാൽ ചിലപ്പോ മാനെ കാണാം. ഞങ്ങളൊരു മാനെ കണ്ടു ഗൈസ്. സൂക്ഷിച്ചു നോക്കിയാൽ ചിലപ്പോ മാനെ കാണാം. ഞങ്ങൾ ഒരു മാനെ കണ്ടു. ഇല്ല, ശരിക്കും ഞാൻ ഒരു മാനെ കണ്ടു. ഇനി മാനുണ്ടോന്ന് നമുക്ക് നോക്കാം. സൽമാന്റെ മീനിങ് സൽമാൻ രാജകുമാരല്ല. സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും കാണാനില്ല. നമ്മൾ ഓഫ് റോഡ് കയറി. നല്ല പതുക്കെ പറഞ്ഞു. ഓഫ് റോഡ് കയറി ഗൈസ്. ഡ്രൈവർ സ്പൾബറിനോട് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഗൈസ്. മാൻ പോയി കാണല്ലേ ഗൈസ്. ഗൈസ് ഏറെ നാളത്തെ കാത്തിന് ശേഷം ഫസിന്റെ മാനിനെ കണ്ടിട്ടോ. ഫസിയെ മാൻ കണ്ടല്ലോ. കൊറേ കൂട്ടുണ്ടായിരുന്നല്ലേ. കൊറേ പോകുന്നുണ്ട്. മാൻ ഐ എം ഓൾസോ മാൻ. സൽമാൻ. ഗൈസ് അങ്ങനെ ഞങ്ങള് ക്യാമ്പിംഗ് സ്പോട്ടിലെത്തി. ഫസിക്ക് തണുപ്പ് കൂടിയിട്ട് ഇതാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറേ പേര് ഇതാക്കുന്നുണ്ട് കേട്ടോ, ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്.
നല്ല തണുപ്പാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം. നല്ല കോട ഇറങ്ങി നിൽക്കുന്നുണ്ട്. സംസാരിക്കാനൊന്നും പറ്റണില്ല തണുപ്പുകൊണ്ട്. സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട് രാത്രി. ഞങ്ങൾ ഇവിടെ അടുപ്പ് കൂട്ടാൻ ഗ്രില്ല് ഉണ്ടാക്കാനൊക്കെ സെറ്റ് ചെയ്യാണ്. ഞങ്ങൾ ടെൻ്റ് അടിക്കാനൊക്കെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. തണുത്തിട്ട് വയ്യാ. ഭയങ്കര കയ്യൊക്കെ പച്ചവെള്ളം വന്നിട്ടാണ് പറ്റിച്ചോര്. ഒരു പേപ്പർ ഉണ്ട്. ഇത് മണ്ണെണ്ണയാണോ? ഇതിന്റെ പേര് പയക്കെണ്ണ. ഓ, ചൂട് തട്ടുമ്പോ നല്ല സുഖമുണ്ട്. ഇതാണ് യാമണക്കെണ്ണ. ഞാൻ എന്റെ പണി എന്താ പറയുക, ഇടക്കിടക്ക് ആ സ്പ്രേ ഇങ്ങനെ ഇങ്ങനെ കനലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തീ വന്നിട്ടുണ്ട്. വെറുതെ നോക്കിക്ക് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പണ്ട് ക്യാമ്പ് ചെയ്ത് വന്നേ, ഇവിടെ മഞ്ഞ് വീണി. മൂത്രയിക്കുമ്പോ മൂത്ര റാ പോലെ എന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കായിരുന്നു. കാണാനും പറഞ്ഞ പോലെ. ടേബിൾ സെറ്റ് ചെയ്യാണ്. ഇത് താഴെ വരും അല്ലേ? ഓ, എന്റെ ലൈഫിലെ പുതിയൊരു എക്സ്പീരിയൻസ് അത്. ആദ്യമായിട്ടാണ് ക്യാമ്പിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമ്പിംഗ്. ഫസ്റ്റ് ക്യാമ്പിംഗ് ഓഫ് ലൈഫ്. സോ നമ്മളിവിടെ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഇത് അകലും തോന്നുന്നുണ്ട്. ടേബിളൊക്കെ ഉണ്ട്, പക്ഷെ ചെയർ ഇല്ലാന്നുള്ളൂ. ചെയർ ഉണ്ട്, 4 ആക്കൂ. നമ്മള് ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോവാം. ഓക്കെ, ബാ. ഇവള് വന്നിട്ട് ഒരു പണി എടുക്കണില്ല. നമുക്ക് യൂട്യൂബിൽ നോക്കാം. ഇത് പുതിയതാണോ? നമ്മൾ ടെന്റ് അടിക്കാൻ പോകും. എല്ലാത്തിനും ഞാൻ വേണം, കണ്ടില്ലേ? അതെങ്കിലും മര്യാദക്ക് ചെയ്യേ. അങ്ങനെ ഞങ്ങള് ഫൈനലി ഞങ്ങളെ ടെന്റ് സെറ്റ് ചെയ്തു. ഒരു ടെന്റ് സെറ്റ് ചെയ്തു, ഇനി ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്യണം. ഗൈസ്, ടെന്റ് സെറ്റായി. ഇനി ഒരു ടെന്റ് കൂടെ എടുക്കാണ്ട് അടുത്ത ടെന്റും സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ 2 ടെന്റും സെറ്റ് ആയിട്ടുണ്ട്. ഒന്നവിടെ, ഒന്നിവിടെ. അവിടെ തീയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇവിടെ വേറെ കുറേ ആൾക്കാർ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ലൈറ്റ് കാണുന്നില്ലേ, അവിടെ ഒക്കെ ഓരോരുത്തർ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ടെൻ്റ് അടിച്ചതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ടീമും ടെൻ്റ് അടിച്ചിട്ടുണ്ട്.
നമ്മൾ ടെൻ്റ് അടിച്ചതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഇതാ വുഡ് വേറൊരു ടീം ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ. അപ്പോൾ നല്ല തണുപ്പ് ടെൻ്റ്. ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഗൈസ് ഫസിയുടെ സ്പെഷ്യൽ മസാല ഇപ്പൊ കഴിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല. മസാല ഹർഷമാണ്. ഞാൻ മാത്രല്ല സഹായിച്ചുള്ളതാണ്. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. അപ്പൊ ഞങ്ങൾ രണ്ടാളെ സ്പെഷ്യൽ, എന്റെ ഹർഷന്റെ സ്പെഷ്യൽ ആണ് മസാല. സോ നമ്മളിവിടെ ആദ്യം ഇങ്ങനത്തെ പീസ് വെക്കണോ? ഇങ്ങോട്ട് പിടിക്കുക. ഇല്ലേ ടേബിൾ മാറില്ല. പിടിക്കേ. കത്തി എടുത്തിട്ടുണ്ടോ? ഇവിടെ ആദ്യം നമ്മൾ ബട്ടറൊക്കെ ഇട്ടു. ബട്ടർ എന്താ തേക്കുന്നവരെ ബസ് ഒട്ടി പിടിക്കാതിരിക്കാൻ. സോൾട്ടഡ് ബട്ടർ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളടുത്ത്. അപ്പൊ എന്താ ഒട്ടൂല? അല്ല, വേണമെങ്കിൽ സോൾട്ടഡ് ഉണ്ട് എന്ന് പറഞ്ഞതാ. ഉപ്പ് കുറവാണെങ്കിൽ അത് ഒട്ടാതിരിക്കാൻ മാത്രല്ല ഇതിന്റെ പിന്നില് ഫിസിക്സ് ഉണ്ട് അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഞങ്ങൾ ഫിസിക്സ് ഉണ്ട് അല്ലേ? അപ്പൊ അടിയിൽ വെക്കണില്ലേ? എന്തുകൊണ്ടാ അറിയോ? അടിയിൽ നിന്നുള്ള പ്രഷർ നിയന്ത്രിക്കാൻ അങ്ങനെ എങ്ങനെ എന്നെ നിയന്ത്രിച്ച് നിർത്തിക്കുന്നത്. ഒരു വണ്ടി നിറയെ പൊട്ടന്മാരെ തെക്കേ മൂലക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടോ? കേക്കോട്ട് മുഖം തിരിച്ചു വെക്കണം. അങ്ങനെയല്ലോ. പുറം തിരിച്ചു വെക്കണം. കനം ഉള്ളോടത്തേക്ക് വെക്കാന്നുള്ളതുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് നീക്കിക്കണം. കനം കൂടുതൽ. ഗ്യാസൊക്കെ കത്തിച്ച് ഇനി ചായ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെ ഗ്രില്ല് അവിടെ റെഡി ആവുന്നുണ്ട്. ഫസിന്റെ വെറൈറ്റി ചായയാണ്. അപ്പൊ നമുക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് വേറെ പ്രശ്നം. രണ്ട് തലേക്ക് വെക്കണേ. ചായപ്പൊടി പഞ്ചസാര ഇട്ടാ ചായ ആവും. സാധനം പെണ്ണിന്റെ അടുത്ത് കൂടെ പോയി. ഒരു ഓടക്കുവേല് ഹർഷുവിന്റെ അതിവാശിയേറിയ വീശലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീശുന്നുണ്ടെന്നുള്ള കാറ്റൊക്കെ വരുന്നില്ല. എന്ത് വെള്ളാട്ട പോക്കോ? അതെന്താ ഗൈസ്? നിങ്ങൾക്ക് ഈ വെള്ളാട്ട പോക്കർ എന്ത്? വെള്ളാട്ട പോക്കറിനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ അവിടെ ചങ്ങലമാടൻ അറിയോ? ഞങ്ങളവിടെ ചങ്ങലമാടൻ എന്ന് പറയൂട്ടോ. അത് സാധനം അത്ര അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല, കറക്റ്റ് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ചങ്ങലമാടൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഇവിടൊക്കെ സെറ്റ് ആക്കണം. നമ്മളെ ടെന്റ് ഇനിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. നമ്മളെ ഗ്രില്ല് സെറ്റ് ആയിട്ടുണ്ട്. ഇത് സെക്കൻഡ് റൗണ്ട് ആണ്. സോ സെറ്റ് ആയിട്ടാണ്. ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ ലൈറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് വണ്ടി ഇതാ അങ്ങനെ സ്റ്റാർട്ടാക്കി ഇട്ടിക്കാണ്. നമുക്കിനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. സോ ഇനി ഫുഡൊക്കെ കഴിക്കണം. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആട്ടോ. കാരണം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭംഗി എത്ര വെച്ചാലും ഫോണിൽ കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ അവിടെ ഇതാ കുറേ ആൾക്കാർ അവർ ഫാമിലി ആയിട്ട് വന്നിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ലേക്കാണ്. രാവിലെ അതിൻ്റെ വ്യൂ കറക്റ്റ് കിട്ടുള്ളൂ. സോ രാവിലെ ആ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ലേക്ക് വ്യൂ ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ട് സൗണ്ട് ഭയങ്കര ക്ലിയർ ഒന്നും ആയിരിക്കൂല. കേൾക്കാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടാവൂലേ? അത് അവിടെ അവർ പാട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെയാണ്.
ഇനി ഇവിടെ ഞങ്ങളൊന്ന് സെറ്റ് ആക്കട്ടെ. ടെന്റ് സെറ്റ് ആക്കിയാ? ടെന്റിന്റെ വാതിൽ ഇവിടെയാണ്. വാതിൽ ടെന്റിനെ പറ്റി പഠിച്ചോണ്ടിരിക്കുക. ഉറക്കം വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമ്മൾ രണ്ടാൾ കിടക്കുക. ഞാനേ കിടക്കുന്നില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതാണ് ഞാൻ എങ്ങോട്ട് നിൽക്കും? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തണുക്കുന്നുണ്ടോ? ഇത് വളരെ നല്ലൊരു ഇതാണ്. പറയ് 2 വാക്ക് പറയൂ. ഒന്നും പറയാനില്ല. അപ്പൊ ഞങ്ങൾക്ക് കിടക്കാനുള്ള ടെന്റ് സെറ്റ് ചെയ്തിട്ടോ. ഞങ്ങളങ്ങനെ ടെന്റ് സെറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ കുറെ ടീമൊക്കെ വന്നിട്ട് ഭയങ്കര ആഘോഷം കേട്ടോ. ഡാൻസും ഒക്കെ കണ്ട. നല്ല തണുപ്പവിടെ. ഫസ്റ്റ് നിർവഹിക്കുന്നു. ചീഫ് ഗസ്റ്റ് ഫസ്ന നിർവഹിക്കുന്നു. ഗൈസ് അപ്പോൾ വിശക്കുന്നുണ്ട്. രാത്രി 3 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ പോയി കഴിക്കട്ടെ. ലേക്കിനടുത്ത് 2 അടിക്കാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര തണുപ്പ്. ടെന്റിന്റെ ഉള്ളില് വരെ ഭയങ്കര തണുപ്പ്. എന്നെ പണിയെടുപ്പിക്കുകയാണ് ഗൈസ്. ഭയങ്കര തണുപ്പ്. ഷോക്സ് ഒക്കെ ഇട്ടിരിക്കുന്ന ഞാൻ ക്ലിയർ ആയിട്ട് കാണൂല. ഭയങ്കര തണുപ്പ്. ഭയങ്കര തണുപ്പ്. ഇതിന്റെ ഉള്ളിൽ എങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു പൂജാമുറി കൂടി സെറ്റ് ചെയ്തിനുള്ളില് വരൂ ചിക്ക, നമ്മുടെ റൂമിലേക്ക് കയറി വരൂ. അപ്പൊ ഗുഡ് നൈറ്റ്. വി ആർ ഗോയിങ് ടു അവർ ഫസ്റ്റ് നൈറ്റ്. അപ്പൊ ഞങ്ങൾ കിടന്ന് പറഞ്ഞിട്ട് രാവിലത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. എപ്പോഴാ നീക്കെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ടൈം എത്ര മണിയായി? ഞാൻ രാവിലെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ രാവിലത്തെ വ്യൂ കാണാനും വേണ്ടിയിട്ട്. പക്ഷേ ബാക്കി ആരും എണീറ്റില്ല. കാരണം ഉറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. താറാവും കുക്കും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബ്. അതിൻ്റെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എണീറ്റത്. ഇനി ഞാൻ പോയി കിടക്കട്ടെ. ഗായ്സ്, നിങ്ങൾക്ക് ഒരാൾ രാവിലെ എണീറ്റ് ഇവിടുത്തെ ലേക്കിൻ്റെ വ്യൂവും സൺറൈസൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ. 10:30 മണിയായി, ഇതുവരെ ആൾ എണീറ്റില്ല. ഞാനിപ്പോൾ എണീറ്റുള്ളൂ. ഇവിടെ ഭയങ്കര വെയിലായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട, ഭയങ്കര ചൂട്. ഇന്നലെ ഭയങ്കര തണുപ്പാണെങ്കിൽ ഭയങ്കര ചൂട് എന്നല്ല, വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജാക്കറ്റൊക്കെ ഒഴിവാക്കി ഇപ്പോൾ എണീറ്റുള്ളൂ. രസമുള്ള കാഴ്ച. ഇവിടെ കുറേ വെറൈറ്റി അരയന്നങ്ങളുണ്ട് കേട്ടോ. വെറൈറ്റി അരയന്നങ്ങൾ. ഈ അരയന്നം ലുക്ക് ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ സാധനം രാത്രി കിടന്ന് സൗണ്ട് ഉണ്ടാക്കി ഇവിടെ. ഇവന്റെ വായിന്നാണ് സൗണ്ട് വരുന്നത് പോലെ. മൂപ്പര് ഇവരെ വളക്കാൻ പോയിട്ട. ഇത് ഏകദേശം നല്ല ഇരുണ്ട്. ലൈക്കിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതിങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്.
സായിപ്പം അതാമൊക്കെ സൈക്കിളായിട്ട് ഇറങ്ങിയേക്കണ രാവിലെ തന്നെ. എനിക്കുണ്ടൊരു പെണ്ണുങ്ങൾ ഇതൊരു എണീറ്റിട്ട് ചെയ്യാം. എല്ലാവരും പോയി വിജനമായി കിടക്കണം. എന്നാലും അത്തരം തർക്കണ സ്ഥലം. എൻ്റെ പെണ്ണുങ്ങൾ ഇപ്പോഴും എണീറ്റില്ല. ഡേയ് എണീക്ക് ഗൈസ്. അപ്പോൾ ആരും എണീറ്റില്ല. അപ്പോൾ ഞാൻ ഒരു എണീക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു മുട്ട പുഴുങ്ങി കൊടുക്കാന്ന് വിചാരിച്ച്. കത്തുന്നുണ്ട് പക്ഷെ തീ കാണില്ല. കാറ്റോട്ട് എവിടെ വെച്ചിട്ടും കണ്ട അവസ്ഥ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഫൈനലി അവിടെ എണീറ്റിട്ടുണ്ട്. സമയം 11:30. ബ്രഷൊക്കെ ആയിട്ട് നിൽക്കാണ്. അയ്യോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ? ഉച്ചക്ക് 11:30-12 മണിക്ക് ബ്യൂട്ടിഫുൾ ആയിക്കുന്നത്. എന്ത് വെയിലാ. ദിസ് ഈസ് പ്രാവ്. ഗൈസ് ഞാനിട്ട മുട്ട ഫസി അല്ല, ഞാൻ പുഴുങ്ങിയ മുട്ട ഫസി റെഡിയാക്കാണ്. ഇവിടെ ഇട്ടത് ഗൈസ് ഒരു സാധനം കാണിച്ചു കേട്ടോ. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ കുറേ നേരം നോക്കണം. ഇതിന്റെ കളർ ഇപ്പോൾ വൈറ്റ് അല്ലേ. കുറച്ച് നോക്കി ഇതിന്റെ കളർ മാറുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് സൂര്യപ്രകാശം എന്തോ ടെക്നോളജിയാണ്. സൂര്യപ്രകാശം തട്ടുമ്പോൾ ഒരു ചേഞ്ചസ് വരുന്ന തോന്നുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് അല്ല കളറ്. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്ക് ആയിരുന്നുണ്ട്. അതേ ഇപ്പോൾ വീഡിയോ എടുത്ത് നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വൈറ്റ് ആട്ടോ. നിങ്ങൾ പാൻ എടുക്കാത്തതിന്റെ ഇടങ്ങാറാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും എടുക്കായിരുന്നല്ലോ. ഹോം മിനിസ്റ്റർ അല്ലേ? ഞാൻ ആശു. ഞാനില്ല പക്ഷേ പാനെന്ന് പറഞ്ഞ ഞാൻ കേട്ടെ. ഞാൻ ഫാനെന്ന് പറഞ്ഞിരുന്നു പക്ഷെ മറന്നടോ. സെറ്റായി അല്ലേ? ഐഡിയ പറഞ്ഞു. അതിന്റെ ബുദ്ധി ചെയ്യാം. ഒരു വെയിലത്ത് ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കും. ഗൈസ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ ഒപ്പത്തെ കളറൊക്കെ എന്താ ടെക്നോളജി എന്നുള്ള അറിയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളറ് മാറുന്നുണ്ട് അല്ലേ. എവിടെയാണ് മാറി വരുന്നൊക്കെ. ഫസ്റ്റ് വൈറ്റ് അവിടെ നോക്കിയേ, മാറി വരുന്നുണ്ട് കേട്ടാ. വൈറ്റായി ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ടൊക്കെ റെഡി ആവും കേട്ടോ. നമ്മൾ ടെൻ്റൊക്കെ ഏകദേശം മടക്കി വെച്ചു. ഇനിയിപ്പോൾ ഒരു ടെൻറ്റും കൂടി ഉണ്ട്, അത് ഇതാക്കണം. ഫസ്റ്റ് അവിടെ ക്യാമറ ഓൺ ആക്കിയപ്പോഴാണ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. അല്ലാതെ അഭിനയിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. എല്ലാ പണിയെടുത്തും ഞാനാണ്, അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. ഓക്കെ ഫുള്ള് വണ്ടി കയറ്റി എല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് പോകാൻ ടാറ്റാ ഗൈസ്. അപ്പോൾ ഞങ്ങളെ ക്യാമ്പിങ് കഴിഞ്ഞ് ഫസ്റ്റ് ക്യാമ്പിങ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് അല്ലയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങള് നേരെ ഞങ്ങൾക്ക് അല്ലയിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ അല്ലയിൽ നമുക്ക് പോകും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അവിടേക്കുള്ളതൊക്കെ കാണിച്ചിട്ട് ഗൈസ്. അപ്പം ഞങ്ങൾ അൽകുദ്ര ലേക്ക് നിന്ന് ഫ്ലെമിംഗോ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലെമിംഗോസ് ഇല്ലേ, അത് ഒരുപാടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫ്ലെമിംഗോസ് ഉണ്ടാവും. ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. സോ ഇതിനാണ് ഇവിടെ ഫ്ലെമിംഗോ ലേക്ക് എന്ന് പറയാം കേട്ടോ. ഇവിടെ കേട്ടോ. യെസ്, കുറേ ഉണ്ട് കേട്ടോ സാധനം. നമ്മളെ വണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ പതുക്കല്ല പോണത്, പക്ഷെ നോക്കിട്ടോ നമ്മളെ
എല്ലാം പോകണം നോക്കി 120. പക്ഷെ ഇതിൽ കൂടെ കാണുമ്പോൾ റോട്ടിൽ കൂടെ നോക്കുമ്പോൾ വണ്ടി എത്ര പതുക്കെ പോകണല്ലേ. That's the പ്രത്യേകത ഓഫ് ദിസ് റോഡ്. ദിസ് റോഡല്ല, യുഎഇ റോഡ്. അങ്ങനെ നമ്മൾ എത്ര മണിക്കൂർ, 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളൊന്ന് ഒരു മോളിലേക്ക് കയറിയിട്ടുണ്ട്. ഗൈസ് ഇപ്പം നമ്മൾ അല്ലൈനിലെത്തി. വിശക്കുണ്ടോ? ഞാൻ യന്ത്രാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിക്കട്ടെ. റെസ്റ്റ് ഉണ്ട്. രാവിലെ ബ്രെഡ് സാൻഡ്വിച്ച് കഴിച്ചതാണ്. പിന്നെ ഞങ്ങൾ പിന്നെ ഇടയ്ക്കൊരു ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ പോയിട്ട് എന്തൊക്കെ ഫുഡ് കിട്ടാമെന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾക്ക് അല്ലൈനിന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. 1-2 പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ലേറ്റായി. അതാണ് അല്ലൈനിലെത്തിയതിനു ശേഷമുള്ള വീഡിയോസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു ക്യാമ്പിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എൻ്റെയും നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇന്നലെ. ഇതിൽ നോക്കിയപ്പോൾ 12-13 ഡിഗ്രി ആയിരുന്നു. പക്ഷെ അതിനേക്കാളും തണുപ്പാണ് റാസൽ കൈമേലൊക്കെ എന്ന് പറഞ്ഞു. ഇതന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇന്നലത്തെ വ്ളോഗിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആക്ച്വലി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബോറടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഒന്നുമില്ലാത്തൊരു വീഡിയോ ആയിട്ട് തോന്നിയെങ്കിൽ മാപ്പ് വയ്ക്കുന്നു. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.